ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സുലട്ടുമാസ് മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ. ഇന്ന് നമ്മളൊരു കൊറിയൻ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കാണാൻ പോകുന്നത്. ഭാര്യ ഭർത്താവിനോട് ഒരു ടീനേജ് പെൺകുട്ടിക്ക് കാവൽ നിൽക്കാൻ ആവശ്യപ്പെടും. എന്നാൽ ഈ പെൺകുട്ടി കാണിക്കുന്ന കുസൃതി കൊണ്ട് അവൾ ഒരു വലിയ കിഡ്നാപ്പിംഗ് മാഫിയയുടെ കയ്യിൽ പിടിക്കപ്പെടുകയാണ്. ഈ പെൺകുട്ടിയെ ഭദ്രമായി നോക്കേണ്ടത് ഭർത്താവിന്റെ കടമയായിരുന്നു. അതിലാണ് വീഴ്ച പറ്റിയിരിക്കുന്നത്. ഇത് ഭാര്യ അറിഞ്ഞാൽ അവന്റെ പണി തീർന്നു. പെൺകുട്ടിയെ അന്വേഷിച്ചിറങ്ങുന്ന ഈ സാധാരണപ്പെട്ട മനുഷ്യന് പഴയൊരു ഹിസ്റ്ററി ഉണ്ട്. അതാ വില്ലന്മാർക്കറിയില്ല. ആ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടതാണെന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ചാനൽ അത് ചെയ്തിട്ടില്ല. കാറിൽ ബോംബുള്ള മറ്റൊരു സിനിമയാണ് ചെയ്തത്. ഇത് വേറെ പടമാണ്, ദിമുദ്ര. കഥ വേറെയാണത്. ഇന്നത്തെ പടം ചിലപ്പോൾ കണ്ടതായിട്ട് തോന്നാം, കാരണം എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. പക്ഷെ നമ്മുടെ ചാനലിൽ ഈ സിനിമയും ചെയ്തിട്ടില്ല. എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ മുഴുവൻ പടം ഇരുന്ന് കാണുക. നല്ല രസമുള്ള കഥയാണ്. കണ്ടവരാണെങ്കിൽ അടുത്തതൊരു ഹൊറർ മൂവിയാണ്. ആരും ചെയ്യാത്ത, ഇതുവരെ ആരും കാണാത്തൊരു ഹൊറർ മൂവി. അതാണ് അടുത്തത് വരാൻ പോകുന്നത്. അതുവരെ കാത്തിരിക്കുക. എന്നാ പിന്നെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ വളരെ ശാന്തനായിരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന നീളമുടിയുള്ള നമ്മുടെ കഥാനായകൻ അവന്റെ അരികിലേക്ക് സ്നേഹം പകരാൻ വേണ്ടി മെല്ലെ ഭാര്യ പോകുന്നുണ്ട്. അവളുടെ തലോടലിൽ തന്നെ എന്തോ പന്തികേടുള്ളതായിട്ട് അവന് മനസ്സിലാകും. ഹീറോ എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, എന്താ മോളെ, എന്താണ് നിന്റെ ആവശ്യം? അത് തുറന്നു പറഞ്ഞേക്ക്. അപ്പൊ ഭാര്യ പറയും, അതായത് ഞാനും എന്റെ കൂട്ടുകാരിയും കൂടെ 3 ആഴ്ച വെക്കേഷൻ ഹോളിഡേക്ക് പോവാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ കൂട്ടുകാരിയുടെ മകളെ നോക്കാൻ ആരുമില്ല. അവളുടെ ഭർത്താവ് നേരത്തെ മരിച്ചു പോയതാ. അവൾക്കാണെങ്കിൽ കുടുംബക്കാരായിട്ട് ആരും തന്നെയില്ല. ഈ ഒരു അവസ്ഥയിൽ അവളുടെ 17 വയസ്സുള്ള പെൺകുട്ടിയെ നോക്കാൻ ആരുമില്ല. പാവം സ്ത്രീ. അതുകൊണ്ട് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തുപോയി. ഞങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ അവരുടെ മോളെ എന്റെ ഭർത്താവ് നോക്കിക്കോളും, ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിരുന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് കൊടുത്തു. ഇത് കേട്ടതും ഹീറോ ഞെട്ടിപ്പോവാ. ഏതോ ഒരു പെൺകുട്ടി ഇവിടെ വന്ന് താമസിക്കാനോ? ഞാൻ സമ്മതിക്കില്ല. അപ്പൊ ഭാര്യ, നീ സമ്മതിച്ചില്ലെങ്കിൽ ഇനി നീ എങ്ങോട്ടും പോകണ്ട, ഞാനും പോകുന്നില്ല. ഇതോടെ എല്ലാം അവസാനിപ്പിക്കാം. ഞാൻ സന്തോഷിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ, ഇനി എന്നോട് മിണ്ടണ്ടെന്നും പറഞ്ഞ് ഭാര്യ പിണങ്ങിപ്പോവാ. അപ്പൊ ഹീറോ വേറെ വഴിയില്ലാതെ സമ്മതിക്കും. ശരി, കുറച്ച് നാളല്ലേ, ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയിട്ട് വായോ. ഭാര്യയെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് എതിർക്കാൻ കഴിയുന്നില്ല. അവസാനം ആ പെൺകുട്ടിയെ നോക്കാന്ന് സമ്മതിച്ചു. അത് കഴിഞ്ഞ് ഭാര്യയെയും ഭാര്യയുടെ കൂട്ടുകാരിയെയും വെക്കേഷന് വേണ്ടി എയർപോർട്ടിലേക്ക് അവരെ കൊണ്ടുപോയി വിടുകയാണ് ഹീറോ. ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഭാര്യയെ പറഞ്ഞു വിട്ട് കഴിഞ്ഞ് ഈ കൂട്ടുകാരിയുടെ മകളെ പിക്ക് ചെയ്യാൻ വേണ്ടി അവളുടെ സ്കൂളിന് മുന്നിൽ ചെന്ന് കാത്തു നിൽക്കുക ഹീറോ. സ്കൂൾ വിട്ട് ഒരു പെൺകുട്ടി വരുന്നു. അവൾ വന്ന ഉടനെ, നിങ്ങളാണോ എന്റെ ബേബി സിറ്റർ? ഞാൻ കാറിലേക്ക് കയറട്ടെ എന്ന് ചോദിക്കും. ഹീറോ, ആ മോള് കയറിക്കോ, ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറയാം. അപ്പൊ ഈ പെൺകുട്ടി കയറുമ്പോൾ കൂടെ തന്നെ അവളുടെ ഏതോ ഒരു കൂട്ടുകാരിയും കയറുന്നുണ്ട്. പോകുന്ന വഴിക്ക് അവളുടെ വീട്. ഇവൾ അങ്ങോട്ട് ഇറക്കി വിട്ടേക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കാറിൽ. ഹീറോ ഒന്നും പറയാതെ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു. മനസ്സിൽ ഹീറോ പലതും പിറുപിറുക്കുന്നുണ്ട്. 17 വയസ്സുള്ള പെൺകുട്ടി, വലിയ ആളുടെ ശരീരവും കൊച്ചുകുട്ടികളുടെ മനസ്സും. ഇത് വലിയൊരു തൊല്ല തന്നെ ആയിരിക്കും കുറച്ച് നാൾ. ഇതേപോലൊരു കൂട്ടുകാരന്റെ മകനെ ഞാൻ കുറച്ച് നാൾ നോക്കിയിരുന്നു. ഈശ്വര, അടുത്തവന്റെ പിള്ളയായതുകൊണ്ട് ഞാൻ കൊന്നില്ല അതിനെ. ടീനേജ് പിള്ളേരെ നോക്കുക എന്നുള്ളത് കഠിന പ്രയാസമാണ്. എന്തു പറഞ്ഞാലും അവർ അംഗീകരിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും കഥയിലേക്ക് തിരിച്ചു വന്നാൽ, ഈ പോകുന്ന വഴിയെ ആ പെൺകുട്ടി ഹീറോയോട് ചോദിക്കുകയാണ്, സാർ, ഞാൻ കുറച്ച് നാള് എൻ്റെ കൂട്ടുകാരിയോടൊപ്പം അവളുടെ വീട്ടിൽ കഴിഞ്ഞോട്ടെ, അതാണ് എനിക്ക് കൂടുതൽ കംഫർട്ടായിരിക്കുക. മാത്രമല്ല ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാനും ഉണ്ട്. ഇത് കേട്ടതും ഹീറോയ്ക്ക് സന്തോഷമായി. പിന്നെന്താ, കുറച്ച് നാളല്ല, നിന്റെ അമ്മ വരുന്നത് വരെ വേണമെങ്കിലും അവിടെ തന്നെ നിന്നോന്ന് പറയും ഹീറോ. അങ്ങനെ ഈ കാറ് പോയി ആ കൂട്ടുകാരി ഇറങ്ങേണ്ട സ്ഥലത്ത് ചെന്ന് നിർത്തുകയാണ്. അവിടെ തന്നെയായിരിക്കും നമ്മുടെ പെൺകുട്ടി ഇറങ്ങുന്നത്. ഇറങ്ങാൻ നേരം ഹീറോ, നിന്റെ പേഴ്സ് എനിക്ക് തായോ, ഞാൻ ചെലവിന് കുറച്ച് പണം തരാമെന്നും പറഞ്ഞ് ആ പെൺകുട്ടിയുടെ പേഴ്സ് വാങ്ങി കുറച്ച് പണം ആ പേഴ്സിനകത്ത് വെച്ചു കൊടുക്കും. കഴിക്കാനും എന്തെങ്കിലും വാങ്ങിക്കാനും ഉപയോഗിച്ചോ, ആളില്ലെന്ന് പറഞ്ഞ് പട്ടിണി കിടക്കണ്ടെന്ന് പറയും. ആ കുട്ടിയും താങ്ക്സ് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു വന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാണ്. അപ്പണ്ട് അർദ്ധരാത്രി നല്ല ഉറക്കത്തിൽ ഈ പെൺകുട്ടി വിളിക്കുന്നു. എന്താ മോളെ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഭയങ്കര വയറുവേദനയാ, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാനിപ്പോൾ മരിച്ചു പോകും തോന്നുന്നു, എത്രയും പെട്ടെന്ന് വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയോ എന്ന് പറഞ്ഞ് അവൾ കരയ. സംഭവം എന്തോ കുഴപ്പമാണെന്ന് വിചാരിച്ചിട്ട് ഹീറോ വണ്ടിയെടുത്ത് പാഞ്ഞ് ആ പെൺകുട്ടിയുള്ള സ്ഥലത്തേക്ക് പോകും. അപ്പണ്ട് അവള് ഹായായിരുന്ന് ഏതോ ഒരു പയ്യനോടൊപ്പം പഞ്ചാര വർത്താനവും പറഞ്ഞുകൊണ്ടിരിക്കുക. ഹീറോയെ കണ്ട ഉടനെ ആ പയ്യൻ, ഞാൻ ഇവളെ സ്കൂളിലെ സീനിയർ ആണ് സാർ, കണ്ടപ്പോൾ സംസാരിച്ചെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകും. അത് കഴിയുമ്പോൾ ഹീറോ, നിനക്ക് ഭയങ്കര വയറുവേദനയാണെന്ന് പറഞ്ഞാണല്ലോ എന്നെ വിളിച്ചത്, ഇപ്പൊ വയറിന് എന്തു പറ്റി, അത് ഇറങ്ങിപ്പോയെന്ന് ചോദിക്കും. അതിന് ആ പെൺകുട്ടി, അത്രയ്ക്ക് വേദനയൊന്നുമില്ല, ഇപ്പൊ അത് കുറഞ്ഞു എന്ന് പറയാ. അപ്പൊ ഹീറോ, നീ നിന്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുന്നില്ലേ പറഞ്ഞത്, എന്തോ പഠിക്കാനൊക്കെ ഉണ്ടെന്ന്, എന്നിട്ട് അതെന്തായി, നീ പോയില്ലേ? ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ മറുപടി ഒന്നും പറയുന്നില്ല. മിണ്ടാതെ ഫോൺ എടുത്ത് വെച്ച് ഞോണ്ടിക്കൊണ്ടിരിക്കുക. എന്തൊരു
ഇറിറ്റേറ്റ് ചെയ്യുന്ന ബിഹേവിയർ ആണെന്ന് നോക്കണം. ഏയ് ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? നീ എന്തിനാ എന്നെ വിളിച്ചേന്ന്? അത് കേട്ട് ആ പെൺകുട്ടി പറയും, വിളിച്ചതിന് സോറി, നിങ്ങൾ തിരിച്ചു പൊക്കോന്ന്. ഹീറോയ്ക്ക് കരയണോ ചിരിക്കണോ എന്നറിയില്ല. ഞാൻ പോണെന്നാണോ നീ പറയുന്നത്? എന്നാ ഞാൻ പോയേക്കാം. നീ വരുന്നില്ലല്ലോ, ഞാൻ പോവാണെന്നും പറഞ്ഞ് ഹീറോ എഴുന്നേക്കും. ആ പെൺകുട്ടി പറയാം പൊയ്ക്കോന്ന്. എന്നാ ശരി, അവിടെ തന്നെ കടാന്നും പറഞ്ഞ് ഹീറോ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന് കാർ എടുക്കാൻ നേരം ഈ പെൺകുട്ടി ഏതൊക്കെയോ പയ്യന്മാരെ കൂടെ ബൈക്കിൽ കയറി പോകുന്നത് കാണുന്നുണ്ട്. ശരി, ടീനേജ് പെണ്ണല്ലേ, കൂട്ടുകാരുടെ കൂടെ കറങ്ങായിരിക്കും, തിരിച്ചു വന്നോളെന്ന് വിചാരിച്ചിട്ട് ഹീറോ കാർ എടുത്ത് പോകും. എന്നാൽ പോകുന്ന വഴിയെ മറ്റൊരു മദ്യപിച്ച പെൺകുട്ടിയെ വേറെ 2 തെണ്ടിപ്പിള്ളേര് ടീസ് ചെയ്യുന്നത് ഹീറോ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ഹീറോയ്ക്ക് സംശയമാവും, ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ. ആ സമയത്തായിരിക്കും ഭാര്യയുടെ മെസ്സേജ് വരുന്നത്. ആ കുട്ടിക്ക് വേണ്ട ഭക്ഷണമൊക്കെ കൊടുത്തോ, 2 പേരും തമ്മിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട്. ഇതും കൂടെ ആവുമ്പോൾ പെൺകുട്ടി അങ്ങനെ തനിയെ വിടാൻ പാടില്ല എന്നും പറഞ്ഞ് ഹീറോ കാർ തിരിച്ച് അവള് പോയ വഴിയെ പിന്നാലെ ഫോളോ ചെയ്ത് പോവാം. ഈ പെൺകുട്ടി എവിടെയെങ്കിലും മിസ്സായി പോവുകയാണെങ്കിൽ അവളെ ട്രാക്ക് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് അവളുടെ പേഴ്സിനകത്ത് ഹീറോ ഒരു GPS ചിപ്പ് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടി ഇപ്പൊ എവിടെയാണുള്ളതെന്ന് ഹീറോയ്ക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. എന്നാൽ ഇവിടെ ആ പെൺകുട്ടിയെ വിളിച്ചോണ്ട് പോയ പയ്യന്മാരാവട്ടെ ഏതോ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഗ്രൂപ്പിലെ റൗഡി ചെക്കന്മാരാണ്. അത് ഈ പെൺകുട്ടികൾക്ക് അറിയില്ലായിരുന്നു. നമ്മുടെ പെൺകുട്ടിയുണ്ട്, അവളുടെ കൂട്ടുകാരിയുണ്ട്. അവരെ 2 പേരെയും പിമ്പായിട്ടുള്ളൊരു പെണ്ണ്, നിങ്ങൾ ചെറിയ പിള്ളേരല്ലേ, വിർജിൻസ് അല്ലേ, നിങ്ങൾക്ക് കുറെ കാശ് കിട്ടും, ഞങ്ങൾ പറയുന്നത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കാണ് ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞ് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വേണ്ടി മനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് അതിനൊന്നും താല്പര്യമില്ലെന്ന് ഇവർ പറയുമ്പോൾ പിന്നെ നിനക്ക് ആരോടാ താല്പര്യം? ആ പയ്യനോടായിരുന്നു താല്പര്യം എന്ന് ചോദിച്ചിട്ട് ഇവള് വിശ്വസിച്ച് വന്ന പയ്യനെ കാണിച്ചു കൊടുക്കും. അവൻ ശരിക്കും സീനിയർ പയ്യനല്ല, ഇവരെ പറ്റിച്ച് വിളിച്ചോണ്ട് വന്ന. കൂട്ടുകാരിക്ക് ഒരു അടിയും കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്താലും ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ പെൺകുട്ടീനെയും തല്ലാൻ വേണ്ടി ആ പിമ്പ് പെണ്ണ് നിൽക്കുക. അപ്പോഴായിരിക്കും ഹീറോ അങ്ങോട്ട് കടന്നു വരുന്നത്. അവളെ തല്ലരുത്, അവളെ തല്ലിയാൽ എന്റെ ഭാര്യയ്ക്ക് വിഷമാവെന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുമ്പോൾ റൗഡി ചെക്കന്മാര് നീ ഏതാളത്തിണ്ടി ഇത്ര ധൈര്യത്തോടെ ഇങ്ങോട്ട് കടന്നു വന്നത് എന്നും ചോദിച്ചിട്ട് ഹീറോയെ കുത്താൻ വേണ്ടി കത്തി എടുത്തോണ്ട് പോവാം. അപ്പൊ ഹീറോ ആണെങ്കിൽ ഒറ്റപ്പിടിക്കുക അവന്റെ കൈ തിരിച്ച് കത്തി ഊരി മാറ്റി അടിക്കാൻ വന്ന പിള്ളേരെ എല്ലാം കയ്യും കാലും ഇടിച്ചൊടിച്ചു കളയും. എന്നാൽ അവസാനമുണ്ട് ആ പിമ്പായിട്ടുള്ള പെൺകുട്ടിയില്ലേ, അവള് കയ്യിലുണ്ടായിരുന്ന ഒരു പിച്ചാത്തി എടുത്തുകൊണ്ട് വന്ന് ഹീറോയുടെ വയറ്റിനിട്ട് ഒരൊറ്റ കുത്ത്. പെണ്ണായതുകൊണ്ട് ഹീറോ മുറുകൻ അടി കൊടുക്കുന്നില്ല, മൂക്കും കണ്ണും ചേർത്ത് ഒരൊറ്റ കുത്തു കൊടുക്കും. അതോടെ അവളുടെ ബോധം പോയി. ഇത് കഴിഞ്ഞ് നമ്മുടെ പെൺകുട്ടീനെയും കൊണ്ട് ഹീറോ വീട്ടിലേക്ക് തിരിച്ചു വരാണ്. പിറ്റേ ദിവസം രാവിലെ ഈ പെൺകുട്ടി എഴുന്നേറ്റ ഉടൻ ഹീറോയെ ശല്യപ്പെടുത്താൻ തുടങ്ങും. ഹീറോ ആണെങ്കിൽ ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുക. അവൾ മെല്ലെ ഹീറോയുടെ ഓഫീസ് മുറിയിലേക്ക് വന്നിട്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം പരിശോധിക്കാൻ തുടങ്ങും. എനിക്ക് വിശക്കുന്നു, തിന്നാൻ വല്ലതും വേണമെന്ന് പറയുമ്പോൾ അവിടെ അടുക്കളയിൽ എന്തെങ്കിലും കാണും, എടുത്ത് തിന്നോന്ന് പറയും ഹീറോ. അപ്പോൾ ഇവള് നിങ്ങൾക്ക് എത്ര പ്രായമായി, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കുട്ടികളില്ലാത്ത, വല്ല ഓപ്പറേഷനും ചെയ്ത് നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും ഹീറോ മറുപടി പറയില്ല. അപ്പോൾ ആ പെൺകുട്ടി നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടല്ലോ, വലിയ കാറും വലിയ വീടും, ഈ പണമൊക്കെ എവിടുന്ന വന്നത്, നിങ്ങൾ എന്ത് ജോലിയാ ചെയ്യണേന്ന് ചോദിക്കും. അതിന് ഹീറോ ഈ വീടും കാറും ഒന്നും എന്റേതല്ല, ദൂരെയുള്ളൊരു കൂട്ടുകാരൻ്റെയാ, അവന് നേരമില്ലാത്തതുകൊണ്ട് ഞാനത് നോക്കണേന്ന് പറയും. അപ്പോൾ ഈ പെൺകുട്ടി കുറെ നേരമായി പെൺകുട്ടി പെൺകുട്ടി എന്ന് പറയണേ. ഇവക്ക് പേരില്ലേ, അവളെ പേരാണ് യൂഞ്ചി. ഈ വീടും സൗകര്യങ്ങളൊക്കെ കണ്ടിട്ട് യൂഞ്ചി പറയും ഞാൻ ഇവിടെ തന്നെ താമസിച്ചോളാം, ഇനി എങ്ങോട്ടും പോണില്ലെന്ന്. ഇത് കേൾക്കുമ്പോൾ ഹീറോ നിനക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ കൂടെ എങ്ങാനും പോയി പുറത്തോ, ഇവിടെ എനിക്ക് ഒറ്റയ്ക്കിരിക്കണതാണ് ഇഷ്ടം. അതിനാ പെൺകുട്ടി എനിക്ക് കൂട്ടുകാരായിട്ട് ആരും തന്നെ ഇല്ല, ഞാനൊരു നിരാശ വിദ്യാർത്ഥിനിയാ, എനിക്ക് അവിടെ എങ്ങും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയും. പിടിച്ചിറക്കി വിടാനും പറ്റില്ല. സോ വേറെ വഴിയില്ലാതെ കുട്ടിയെ കൂടെ തന്നെ നിർത്താണ് ഹീറോ. അന്ന് വൈകിട്ട് അവൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഹീറോ പുറത്ത് കൊണ്ടുപോകുന്നുണ്ട്. പുറത്തു പോയി തിരിച്ചു വരും വഴി ഒരുപാട് പോലീസുകാർ നിൽക്കുന്ന ഹീറോ കാണും. ആ വഴി പോകുന്ന വണ്ടികളെല്ലാം ഈ പോലീസുകാർ തടയുന്നുണ്ട്. ഹീറോ എന്താ പറ്റിയെന്ന് പോലീസുകാരോട് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, ഞങ്ങളത് പരിശോധിക്കുകയാണെന്ന് പോലീസുകാർ പറയും. നോക്കുമ്പോൾ ഇന്നലെ നമ്മുടെ യൂഞ്ചിനെ ശല്യം ചെയ്തില്ലേ കുറച്ച് ആമ്പിള്ളേർ, അവരുടെയൊക്കെ ബൈക്കുകൾ അവിടെ ചെതറിക്കിടപ്പുണ്ടാവും. ഇവരാരെങ്കിലും പരിചയമുണ്ടോ, നിങ്ങൾ എപ്പോഴും ഈ വഴിയാണോ പോകാറെന്ന് പോലീസുകാരൻ ചോദിക്കുന്നു. അതിന് ഹീറോ എനിക്ക് ആ പിള്ളേരെ ഒന്നും അറിഞ്ഞുകൂടാ, ഈ വഴി ഞാൻ എപ്പോഴും പോകാറില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ പോകാറുള്ളൂ എന്ന് പറയും. പോലീസുകാരൻ ഇവരെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിച്ചിട്ട് പറഞ്ഞു വിടാണ്. വീട്ടിലെത്തിയ ഹീറോ ഈ ഇൻസിഡന്റിനെ പറ്റിയ വാർത്ത പരിശോധിക്കുമ്പോൾ 5 ആൺകുട്ടികളെ ആരോ കത്തി കൊണ്ട് കുത്തി കൊന്നിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുക. ആരാണെന്നറിയില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇന്നലെ ഹീറോയെ ക്വസ്റ്റ്യൻ ചെയ്ത പോലീസുകാരൻ നേരിട്ട് ഹീറോയുടെ വീട്ടിലേക്ക് വരും. എന്നിട്ട് ആമ്പിള്ളേര് കൊല ചെയ്യപ്പെട്ട സമയത്തിന് അരമണിക്കൂർ മുന്നേ ഹീറോയുടെ വാഹനം അതുവഴി കടന്നു പോയിട്ടുണ്ട്, അതിനെന്താണ് കാരണം എന്ന് പറഞ്ഞ് ആ എവിഡൻസ് ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുക. ഇത് കണ്ട ഹീറോ എന്റെ വാഹനം മാത്രമല്ല വേറെയും പല വാഹനങ്ങളും ആ വഴി കടന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് അവരെല്ലാം കുറ്റക്കാരാകുമോ എന്ന് പോലീസുകാരനോട് തിരിച്ചു ചോദിക്കുന്നു. അപ്പൊ പോലീസുകാരൻ ആ ബൈക്കിലുള്ള പിള്ളേരെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നല്ല പറഞ്ഞത്, അവരെ നിങ്ങളെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്, നിങ്ങളത് കണ്ടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അതിന് ഹീറോ നിങ്ങൾ ഈ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു വാഹനം നിങ്ങളെ പാസ് ചെയ്ത് പോയല്ലോ, അത് ഏത് വാഹനമാണെന്ന് പറയാൻ പറ്റുമോ പോലീസെ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. അത് കേട്ട പോലീസുകാരൻ പറയും ഒരു ഡെലിവറി ബൈക്കാണെന്ന് തോന്നുന്നു ഞാൻ പാസ് ചെയ്ത് വന്നത്. അപ്പൊ ഹീറോ CCTV ചെക്ക് ചെയ്തിട്ട്
ഡെലിവറി ബൈക്കല്ല, അതൊരു ട്രക്കായിരുന്നു. 5 മിനിറ്റ് മുന്നേ നടന്ന സംഭവം പോലും നിങ്ങൾക്ക് ഓർമ്മയില്ല. എന്നിട്ടാണ് തലേ ദിവസം കണ്ട ബൈക്കിനെ പറ്റി ഓർക്കാൻ എന്നോട് പറയുന്നു. അത് കേട്ട പോലീസുകാരൻ ചിരിക്കും. തനിക്കൊരു വക്കീലിന്റെ കഴിവുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. തന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി ആരാണ്? തനിക്ക് മക്കളൊന്നുമില്ലല്ലോ, അതാരാണെന്ന് പോലീസുകാരൻ ചോദിക്കുക. അതിന് ഹീറോ അതെന്റെ ഭാര്യയുടെ കൂട്ടുകാരിയുടെ മകളാണെന്ന് പറയും, യൂഞ്ചി. അപ്പൊ ഈ പോലീസുകാരൻ മറ്റൊരു CCTV ഫൂട്ടേജ് കാണിച്ചിട്ട് ആ യൂഞ്ചി അല്ലേ ഈ പയ്യനോടൊപ്പം ബൈക്കിൽ പോകുന്നത് എന്ന് ചോദിക്കും. എന്നാൽ ആ ഫൂട്ടേജ് അത്ര ക്ലിയർ അല്ല. ഇത് കണ്ട ഹീറോ അവള് തന്നെയാണെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഉറപ്പുള്ള എവിഡൻസുമായിട്ട് വരൂ, നമുക്ക് പിന്നീട് സംസാരിക്കാം, ഇപ്പൊ നിങ്ങൾ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞ് പോലീസുകാരനെ ഇറക്കി വിടാം. അത് കഴിഞ്ഞ് നേരെ ഹീറോ നമ്മുടെ യൂഞ്ചിയുടെ അടുത്തേക്ക് വരും. യൂഞ്ചി അപ്പോൾ വിഷമിച്ചിരിക്കുകയാണ്. അവളോട് ആ പിള്ളേരെ മരണത്തിന് നീയല്ല കാരണം, അവർക്ക് മറ്റെന്തോ സംഭവിച്ചാണ്, വന്ന് ഭക്ഷണം കഴിക്കി, അത് മറന്നേക്കെന്ന് പറയും. അപ്പൊ യൂഞ്ചി ആ കുട്ടികളെല്ലാം മോശക്കാരാണെന്ന് എനിക്കും അറിയാം, പക്ഷെ ഞാൻ അങ്ങനെയല്ല, നിങ്ങൾ എന്നെയും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അവളുടെ ഈ ചോദ്യം ഹീറോയ്ക്ക് പണ്ട് നടന്നൊരു സംഭവത്തെ ഓർമ്മപ്പെടുത്തുന്നു. ഹീറോയുടെ പഴയ കാലം. അന്ന് അങ്ങേരൊരു വാടക കൊലയാളിയായിരുന്നു. അവസാനം കൊല ചെയ്യാൻ ഓർഡർ കിട്ടിയത് ഒരു ടീനേജ് പെൺകുട്ടിയായിരുന്നു. അവൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നോ ആർക്കാണ് അവളെ കൊല്ലേണ്ടതെന്നോ ഹീറോയ്ക്ക് അറിയില്ല. പണവും വാങ്ങിച്ച് അവളെ കൊല്ലാൻ ചെല്ലുകയാണ്. താൻ മരണപ്പെടുമെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലായി. മരിക്കാൻ അവൾ തയ്യാറായിരുന്നു. എന്നാൽ മരിക്കുന്നതിന് തൊട്ടു മുന്നേ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാമോ? എനിക്ക് ആരുമില്ല, ഞാൻ നിങ്ങളെ എതിർക്കില്ല, എന്നെ കൊന്നോളൂ, പക്ഷെ അകറ്റി നിർത്തരുത്, കെട്ടിപ്പിടിച്ചിട്ട് കൊല്ലണമെന്ന് പറഞ്ഞ് അവൾ അവസാനമായി ഒരാഗ്രഹം ഹീറോയോട് ചോദിച്ചു. ഹീറോ അതേപടി അവളെ കെട്ടിപ്പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണുണ്ടായത്. ആ സമയത്തും അവൾ ഹീറോയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവന്റെ കൈകളിൽ തലോടുകയാണ് ചെയ്തത്. എതിർത്തില്ല. ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്ന വേദന എന്താണോ അതെനിക്കൊരിക്കലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ ചൂട് മാത്രം ഇന്നും എൻ്റെ കൈകളിലുണ്ട്. ഈ ഒരു ഫ്ലാഷ് ബാക്ക് ഹീറോയെ ഒരുപാട് വേദനിപ്പിക്കുന്നതാണ്. നമ്മുടെ യൂഞ്ചിനെ കാണുമ്പോൾ ഈ ഫ്ലാഷ് ബാക്കാണ് ഹീറോയ്ക്ക് ഓർമ്മ വരുന്നത്. ആ സമയത്തായിരിക്കും യൂഞ്ചിയുടെ മൊബൈലിലേക്ക് മറ്റേ പിമ്പ് പെൺകുട്ടിയില്ലേ അവള് വിളിക്കുന്നു. ഹീറോ ഫോൺ എടുത്ത് നിനക്ക് എന്താടി വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ ഒറ്റക്കണ്ണി പറയാണ് യൂഞ്ചിയുടെ കൂട്ടുകാരിയെ അവള് പിടിച്ചു വെച്ചിട്ടുണ്ടത്രേ. മാത്രമല്ല ഹീറോ ഇന്നലെ റൗഡികളെ തല്ലുന്നതിനിടയ്ക്ക് അവരുടെ കത്തി ഒന്ന് കൈകൊണ്ട് തൊട്ടിരുന്നു. ആ കത്തി ഉപയോഗിച്ചിട്ടാണ് മരിച്ച 5 ആമ്പിള്ളേരെയും കൊന്നിട്ടുള്ളത്. സോ ഹീറോയുടെ വിരലടയാളം ആ കത്തിയിലുണ്ട്. നീ അടുത്ത 1 മണിക്കൂറിൽ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ ആ കത്തി പോലീസുകാർക്ക് സബ്മിറ്റ് ചെയ്യും, പിന്നെ നീ ജയിലിൽ കമ്പി എണ്ണേണ്ടി വരും. ഇത് കേട്ട ഹീറോ പറയും ഞാൻ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊള്ളാം. അപ്പൊ ആ ലേഡി ഏതോ സ്റ്റേഷനിൽ ഹീറോയോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് യൂഞ്ചിയുടെ പണം മുഴുവൻ അവൾ ചെലവാക്കിയെന്നും കൂടെ പറയുന്നുണ്ട്. എന്നാൽ അതിനകത്ത് GPS ചിപ്പുള്ള കാര്യം ആ ലേഡിക്ക് അറിയില്ലായിരുന്നു. സോ അവളെ കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. ഹീറോ ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവന്റെ പഴയ അസാസിൻ ആയുധങ്ങളൊക്കെ പുറത്തെടുത്ത് ഇവരെ പിടിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. പോകാൻ നേരം യൂഞ്ചിയുടെ കയ്യിൽ മറ്റൊരു GPS വാച്ച് കെട്ടിക്കോളാൻ പറഞ്ഞ് കൊടുത്തിട്ട് ഞാനല്ലാതെ ആര് വന്നാലും കതക് തുറക്കണ്ടെന്നും പറഞ്ഞ് അവളെ വീടിനകത്ത് പൂട്ടിയിട്ട് ഒരു പെരുത്ത ബൈക്കും എടുത്ത് ഇവളെ പിടിക്കാൻ വേണ്ടി പുറപ്പെടും. ഏതോ ഒരു പഴയ കെട്ടിടത്തിനകത്തേക്കാണ് ഹീറോ പോകുന്നത്. അവിടെ ഒരു കോമാളി കച്ചവടക്കാരൻ ഇരിപ്പുണ്ട്. അവന് പ്രോസ്റ്റിറ്റ്യൂഷനാണ് ബിസിനസ്. ഹീറോയെ കണ്ട ഉടനെ പുതിയ കസ്റ്റമറാണെന്ന് വിചാരിച്ചിട്ട് അയാൾ ഇരിക്കാൻ പറയും. അപ്പോഴായിരിക്കും ഈ പിമ്പ് പെൺകുട്ടി വരുന്നത്. അവള് ഹീറോയെ കണ്ട് ഞെട്ടും. ഈ സ്ഥലം എങ്ങനെ ഇവന് മനസ്സിലായി? നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇത് കേൾക്കുമ്പോൾ ആ കോമാളിക്ക് മനസ്സിലായി ഇവര് പിടിക്കാൻ വേണ്ടി നിന്ന ഹീറോയാണ് ഇവരെ ഓഫീസിലേക്ക് കടന്നു വന്നിരിക്കണേന്ന്. അവൻ കൂടെയുള്ള ഗുണ്ടനോട് ഹീറോയെ പിടിച്ച് കെട്ടാൻ പറയും. ഹീറോ ഗുണ്ടൻ ചെല്ലുമ്പോൾ അവന്റെ 2 കൈയും ഒടിച്ച് കവട്ടയ്ക്ക് ഒരു ചവിട്ടും കൊടുത്ത് അടുത്തുള്ള സോഫയിൽ കിടത്തുക. അപ്പൊ ആ കോമാളി റൗഡി യൂഞ്ചിയുടെ കൂട്ടുകാരിയില്ലേ അവളെ വേറെ എവിടെയോ ആണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. അവളെ ജീവനോടെ വേണമെങ്കിൽ അടങ്ങി ഒതുങ്ങി ഞങ്ങൾ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അവളെ കൊന്നുകളയെന്ന് പറയാ. ഇത് കേട്ട ഹീറോ ഞാൻ ആ പെൺകുട്ടിക്ക് വേണ്ടിയല്ല വന്നത്, എന്റെ കൈരേഖയുള്ള കത്തി തിരിച്ചതായോ അല്ലെങ്കിൽ ഞാൻ ഇവനെ കൊന്നുകളയെന്ന് പറയും. ആ മൊട്ടെ. അപ്പൊ കോമാളിയൻ ചിരിച്ചിട്ട് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കടാന്ന് പറയാ. ഹീറോ എന്റെ കത്തി തിരിച്ചുതാന്ന് പറഞ്ഞ് ഓരോ ബോട്ടിലായിട്ടെടുത്ത് ഈ മുട്ടയുടെ തലയിൽ അടിച്ചടിച്ച് അവന്റെ തലമണ്ട പൊട്ടിച്ചളെ. എന്നാൽ ഈ കോമാളിക്ക് അനക്കൂല്ല. അപ്പൊ ഹീറോ മറ്റൊരു കത്തിയെടുത്ത് ഈ തടിയന്റെ വയറും കൈയും കാലും എല്ലാം കീറി മുറിക്കുക. അവസാനം അവനെ കൊല്ലാൻ വേണ്ടി കട്ടിയാ നിൽക്കുമ്പോൾ ഈ കോമാളിയം പേടിച്ച് ഇന്നാടാ നിന്റെ കത്തി എന്നും പറഞ്ഞ് ഹീറോയുടെ കൈരേഖയുള്ള കത്തി തിരിച്ച് ഹീറോയ്ക്ക് എന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവൻ പെട്ടെന്ന് തോക്ക് കയ്യിലെടുക്കും. അനങ്ങിപ്പോയ ഷൂട്ട് ചെയ്യുന്നു പറയാ. ഹീറോ അവന്റെ മുന്നിൽ നിന്ന് ചാടി ഒരു ഭാഗത്തേക്ക് മാറി ഒളിച്ചിരിക്കും. പെട്ടെന്ന് തന്നെ കറണ്ടും പോകുന്നുണ്ട്. ഈ പിമ്പ് പെണ്ണും ആ കോമാളിയും എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. പകരം ഒരു അസാസിൻ വന്ന് കയറിയിട്ടുണ്ട്. അവനാണെങ്കിൽ പൊരിഞ്ഞിടിക്കാരനാ. ഹീറോയ്ക്ക് അവനെ ചെറുത്ത് നിർത്താൻ കഴിയുന്നില്ല. ഇരുട്ടത്ത് 2 പേരും കൂടെ ഭയങ്കര അടി. ഭാഗ്യത്തിന് ഒരു ആണി കാണുമ്പോൾ ഹീറോ അവനെ കൊണ്ടുപോയ ആണി തറച്ച് പോസ്റ്റാക്കി നിർത്തിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. എന്നാലും ഈ അസാസിൻ മരിച്ചിട്ടില്ല. അവനെ കൊല്ലണമെന്ന് ഹീറോ വിചാരിച്ചില്ല. അതുകൊണ്ടാണ് വിട്ടിട്ട് പോയത്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്ന ഹീറോ വീടിനകത്തേക്ക് കയറുമ്പോഴാണ് തന്റെ യൂഞ്ചി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. സോ ഹീറോയെ വീടിന് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വില്ലന്മാർ ഈ ഡ്രാമ കളിച്ചത്. അവർക്ക് അറിയായിരുന്നു. എന്നാൽ നമ്മുടെ യൂഞ്ചിയുടെ കയ്യിൽ മറ്റൊരു GPS ട്രാക്കർ ഉണ്ടായിരുന്നില്ലേ, അതിനെ ട്രാക്ക് ചെയ്ത് ഹീറോ വേറെ ഒരു കെട്ടിടം കണ്ടുപിടിക്കും. അതും ഇതുപോലെ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഒരു കെട്ടിടമാണ്. അതിനകത്ത് ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരുടെ ഇടയിൽ നമ്മുടെ യൂഞ്ചിയുടെ കൂട്ടുകാരിയെയും ഈ ആമ്പിള്ളേർ പിടിച്ചു വെച്ചിരിക്കുക. ആമ്പിള്ളേർക്കൊക്കെ ഇട്ട്
നല്ല ഇടി കൊടുത്തിട്ട് ഹീറോ ആ പെൺകുട്ടിയോട് യൂഞ്ചി എവിടെയാണെന്ന് ചോദിക്കും. അവൾക്ക് അറിയാൻ പാടില്ല. അവൾക്കാണെങ്കിൽ ഇവന്മാർ ഒരുപാട് ഡ്രഗ്സും കൊടുത്തിട്ടുണ്ട്. ഈ നേരത്തായിരിക്കും ഒറ്റക്കണ്ണി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത്. അവൾ ഈ കെട്ടിടത്തിനകത്തുണ്ടായിരുന്നു. ഹീറോ അവളെ പുറകെ ചെന്ന് മുടി പിടിച്ച് വലിച്ച് നിലത്തേക്കിടും. അപ്പൊ അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു വാൻ ആ വഴി വന്നിരുന്നു. അവര് ഹീറോയെ കാണുമ്പോൾ വണ്ടി നിർത്താതെ വിട്ടടിച്ചു പോവാ. അപ്പൊ ഈ ഒറ്റക്കണ്ണി പറയും, നീ എങ്ങനെയാണ് ഞങ്ങളെ കണ്ടുപിടിക്കണേന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഈ സാധനം അല്ലടാന്നും പറഞ്ഞ് യൂഞ്ചിയുടെ കൈയിൽ കെട്ടിക്കൊടുത്തിരുന്ന ആ വാച്ച് കാണിച്ചു കൊടുക്കും. നീ എന്നെ ഉപദ്രവിച്ചാൽ അവള് കൊല്ലപ്പെടും, അതുകൊണ്ട് അടങ്ങിയിരുന്നു എന്ന് പറയാ. എന്നാൽ ഹീറോ വെറുതെ വിടോ, അവളെ മെല്ലെ പൊക്കിയെടുത്തോണ്ട് പോയി മുറിയിലിരുത്തി സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറയും. സോ ആ പിമ്പ് പെണ്ണ് ഇവര് ചെയ്യുന്ന ബിസിനസ് എല്ലാം എന്താണെന്ന് ഹീറോയോട് തുറന്നു പറയാം. അവരെ നാട്ടില് പ്രോസ്റ്റിറ്റ്യൂഷൻ ഇല്ലീഗൽ ആണെങ്കിലും ഒരു പെൺകുട്ടി തനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ പോവാണെങ്കിൽ കേസൊന്നുമില്ല. എന്നാൽ അങ്ങനെ പോകുന്ന പെൺകുട്ടികളെ കസ്റ്റമേഴ്സ് ഉപദ്രവിക്കുകയാണെങ്കിൽ ആ ഉപദ്രവിച്ചവനും പെൺകുട്ടിയും രണ്ടുപേരും അറസ്റ്റ് ചെയ്യപ്പെടും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടരെ നടക്കുന്നതുകൊണ്ടാണ് ഈ രണ്ട് കൂട്ടരെയും സഹായിക്കാൻ വേണ്ടി നമ്മുടെ ഈ പിമ്പ് പെണ്ണും ഉൾപ്പെടുന്ന മാഫിയ ഗ്യാങ് ഒരു ഏജൻസി ഉണ്ടാക്കിയത്. അതിലൂടെ പുതിയ പെൺകുട്ടികൾക്ക് ഇവര് ജോലി നൽകും. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയ പെൺകുട്ടികള്, അനാഥരായ പെൺകുട്ടികള്, പഠിക്കാനോ ഭക്ഷണം കഴിക്കാനോ പണമില്ലാത്തവര്, അവരെയൊക്കെ സംസാരിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട പണം കൊടുക്കാന്ന് പറഞ്ഞ് ഈ തൊഴിലിലേക്ക് കൊണ്ടുവരിക. കാര്യങ്ങളൊക്കെ അങ്ങനെ സിസ്റ്റമാറ്റിക്കലി ഇവർ നടത്തുന്നതുകൊണ്ട് തന്നെ പോലീസുകാരുടെ തൊല്ലയുണ്ടാവില്ല. ഇതാണ് ഇവരുടെ ബിസിനസ്. ഇത് കേട്ട ഹീറോ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ യൂഞ്ചീനെ എന്തിനാ സെലക്ട് ചെയ്ത്? അവൾക്ക് കുടുംബം ഉണ്ടല്ലോ, അവള് വീട് വിട്ട് ഓടിയതുമല്ല, പിന്നെന്തിനാണ് യൂഞ്ചി? അത് കേട്ട പിമ്പ് പെണ്ണ് പറയും, അവൾ ആരോ സെലക്ട് ചെയ്താണെന്ന്, ചൂസനാണെന്ന്. അതാരാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്നാണ് അവൾ പറയുക. അപ്പൊ ഹീറോ മെല്ലെ അവളുടെ കാലിൽ തലോടും. ഇത് കാണുമ്പോൾ ആ പെണ്ണ്, എല്ലാ ആണുങ്ങളും ഒരേപോലെയാ, നിനക്കും ഇതാണല്ലടാ വേണ്ടതെന്നും പറഞ്ഞ് ഹീറോയെ നോക്കി ചിരിക്കുക. എന്നാൽ ഹീറോ താൻ കുത്താൻ വേണ്ടി കറക്റ്റായ ഒരു സ്ഥലം കണ്ടുപിടിക്കുകയായിരുന്നു. ഒരൊറ്റ കുത്ത് കാലി കത്തി ആഴത്തിലിറങ്ങി. അത് കഴിഞ്ഞ് ഹീറോ പറയും, ഇനിയും കുറച്ചുകൂടെ എന്റെ കത്തി ഇറങ്ങിയാൽ നിന്റെ ആർട്ടറി കട്ടാവും, പിന്നെ ഉടനെ മരണം. ഇനി പറയും സത്യം. അപ്പൊ അവള് കരഞ്ഞോണ്ട് പറയും, യൂഞ്ചി ഇപ്പോ ഡോൺ ടെൽ പപ്പ എന്ന് പറയുന്ന മോട്ടലിലാണുള്ളത്. അവൾ അങ്ങോട്ടാണ് കൊണ്ടുപോയത്, എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഹീറോ അധികം വൈകാതെ പോലീസ് ഇങ്ങോട്ട് വരും. വന്ന ഉടനെ നിന്നെ ER മാറ്റാൻ പറയും, അല്ലെങ്കിൽ നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. ബൈക്ക് എടുത്ത് നേരെ ആ ഡോൺ ടെൽ പപ്പ എന്ന മോട്ടലിലേക്ക് ചെല്ലും. ഈ സമയത്ത് പോലീസുകാര് ആ പിമ്പായിട്ടുള്ള പെൺകുട്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. എന്നാൽ പോലീസുകാരെത്തുന്ന സമയത്തിനുള്ളിൽ മറ്റാരോ ഈ പെൺകുട്ടിയെ കൊന്നുകളഞ്ഞിരിക്കുന്നു. ആ സമയത്ത് ഇവിടെ ഹീറോ ആ മോട്ടലിനകത്തേക്ക് എൻ്റർ ആവുകയാണ്. നല്ല സ്റ്റൈലായ കോട്ടും പാൻറ്റും. അകത്തെത്തിയ ഉടനെ കൂട്ടത്തോടെ റൗഡികൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവരെല്ലാം കയ്യിലൊരു മഴവും കൊണ്ട് വെട്ടിയിട്ട് വഴിയെ പോകുന്നൊരു തന്റെ തോക്കും വാങ്ങിച്ച് ഓരോരുത്തരെയായി ഷൂട്ട് ചെയ്ത് കൊന്ന് അകത്തേക്ക് പോവാണ്. എന്താ ഫ്രെയിമല്ലേ? ഈ ഫൈറ്റൊക്കെ എടുക്കുന്ന കൊറിയൻകാരെ സമ്മതിക്കണം. നമ്മുടെ നാട്ടിലെ പോലെ ഒരാളെ ഒരുപാട് നേരം തല്ലുന്നില്ല. കഴിഞ്ഞു. ഇവന്മാരെ എല്ലാം തല്ലിക്കഴിയുമ്പോൾ ഈ മോട്ടലിന്റെ ഉടമസ്ഥരായ 3 പേര് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഹീറോ തോക്കുമായി അവരുടെ പുറകെ ചെന്ന് എന്റെ പെൺകുട്ടി എവിടെയെന്ന് ചോദിക്കും. 3 എണ്ണം മിഴിച്ചു നിൽക്കുമ്പോൾ ആദ്യം അതിലെ ഒരാളെ തലയ്ക്ക് വെടിവെക്കും. ഇനി ബാക്കിയുള്ളത് 2 പേര്. ആരാദ്യം സംസാരിക്കുന്നോ അയാള് ജീവിക്കും, മറ്റവൻ മരിക്കും എന്ന് പറയും. അപ്പോൾ ഒരുത്തൻ കൈപൊക്കിയിട്ട്, സത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല ആ പെൺകുട്ടി എവിടെയാണെന്ന്, എന്നോട് പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ഹീറോ ആ സംസാരിച്ചവന് 2ാമത് വെടിവെക്കുന്നു. ചില സമയങ്ങളിൽ ഹീറോ ഒരു ചീത്തക്കുട്ടിയാണ്, സത്യം പാലിക്കില്ല. ഇനി അവസാനം ഒരുത്തനുണ്ട്, അവൻ കരഞ്ഞുകൊണ്ട് പറയാ, ദയവേത് എന്നെങ്കിലും വെറുതെ വിടണം, നിനക്കെന്താ പ്രാന്താണോ? എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ആ മാനേജർക്ക് അറിയാം, മുടിയൊക്കെ ചുരുട്ടി ഒരുത്തൻ നടപ്പില്ലേ, അവന് മാത്രമേ അറിയൂ പെൺകുട്ടി എവിടെയാണെന്ന്. നീ ചെന്ന് അവനോട് ചോദിച്ചു നോക്ക്. ഈ 3ാമൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മാനേജറെ ഡെഡ് ബോഡി ബിൽഡിങ്ങിന്റെ മണ്ടയെന്ന് നിലത്തേക്ക് അടിച്ചു വീഴുന്നുണ്ടാവും. ആ മാനേജർ മരണപ്പെട്ടു. നമ്മുടെ പെൺകുട്ടി എവിടെയാണെന്ന് അറിയുന്ന മാനേജർ മരണപ്പെട്ടിരിക്കുന്നു, ആരോ കൊന്നിരിക്കുന്നു. സോ ഹീറോ ഇവിടെ അവസാനം ഉണ്ടായിരുന്ന 3ാമനെയും കൊന്നിട്ട് കാത്തു നിൽക്കുക. അപ്പൊ അസാസിൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. സോ ഈ അസാസിനാണ് നമ്മുടെ ആ പിമ്പ് പെൺകുട്ടീനെയും ഇപ്പൊ ഈ മാനേജറെയും കൊന്നിരിക്കുന്നു. തെളിവുകളൊന്നും ബാക്കി വെക്കാതിരിക്കാൻ വേണ്ടി ഇവൻ ചെയ്തതായിരിക്കണം. ആ അസാസിൻ വന്നിട്ട് പറയും, എന്റെ ബോസിന് നീ കാരണം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു, അങ്ങേർക്കത് പരിഹരിക്കാൻ ഇനിയും കൂടുതൽ പെൺകുട്ടികളുടെ ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് നിന്റെ പെൺകുട്ടിയുടെയും ആവശ്യമുണ്ട്. ഇത് കേട്ട ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കഴിഞ്ഞാൽ അവൾ എവിടെയാണുള്ളതെന്നറിയില്ല, അതുകൊണ്ട് കൊല്ലാതെ നോക്കണം. അത് കേട്ട അസാസിൻ ചോദിക്കും, നിനക്ക് ജീവനോടെ പോകാൻ കഴിയുമോ? നാളെ കാലത്ത് 8 മണിക്ക് പോർട്ടിൽ നിന്നും അവളെ കയറ്റി അയക്കും, നിനക്ക് ജീവനോടെ പോകാൻ കഴിയുമോ? വേണമെങ്കിൽ എന്നെ കൊന്നിട്ട് പോയിക്കോന്ന് അസാസിൻ പറയാം. ഇത് കഴിഞ്ഞ് 2 പേരും തമ്മിൽ പൊരിഞ്ഞാട്ടി. ഹീറോയ്ക്ക് 8 മണിക്കുള്ളിൽ പോർട്ടിലേക്ക് എത്തണം. അതുകൊണ്ട് അധിക നേരം ഈ അടിക്കാരനോടൊപ്പം ഫൈറ്റ് ചെയ്യുന്നില്ല. അവനെ ഒരു കയറി കുരുക്കി ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്ന് താഴത്തേക്ക് ചാടിയിട്ട് ഹീറോ കാർ എടുത്ത് പോകാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും ആ പോലീസുകാരൻ അങ്ങോട്ട് വരുന്നത്.